MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അവലിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ അവൽ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറണ്ട, ഇതിലെ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കണം. ഇതൊരു 1/4 കപ്പുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതും ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ അവലും തേങ്ങയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അധികം പൊടിഞ്ഞു പോകാതെ വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ തരിതരിപ്പോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ കപ്പലണ്ടി കൂടി പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടി എടുത്ത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഈ പാനിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം. ഇത് 150 ഗ്രാം ശർക്കരയുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് അരിച്ച് ഈ പാനിലേക്ക് ഒഴിക്കാം. അവലും തേങ്ങയും പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമുക്കിത് വറ്റിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇത് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കണം. അധിക സമയമൊന്നും വേണ്ട. ഇത് വളരെ വേഗം തന്നെ റെഡിയായി കിട്ടും. ഇത് നമ്മൾ മാറ്റി ക്രഷ് ചെയ്ത് വെച്ച 1/4 കപ്പ് കപ്പലണ്ടിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഉരുളകളാക്കി തന്നെ എടുക്കണമെന്നില്ല. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കാം.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്